നമസ്കാരം. വയനാട് ബത്തേരി സ്വദേശിയായ ജിനേഷ് പി സുകുമാരൻ ഇസ്രയേലിൽ മരിച്ചതിന് പിന്നാലെ ഈ അടുത്ത സമയത്താണ് ഭാര്യ ജീവനൊടുക്കിയത്. ഇസ്രയേലിൽ കെയർ ഗീവറായിരിക്കെയാണ് ജിനേഷിനെ അദ്ദേഹം ജോലി ചെയ്യുന്ന വീട്ടിൽ കഴിഞ്ഞ വർഷം ജൂലൈ 4-ാം തീയതി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വയോധികയായ വീട്ടുടമസ്ഥയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ്. പണം പലിശയ്ക്ക് നൽകുന്നവരുടെ പങ്ക് ആരോപിച്ചാണ് ഇപ്പോൾ ജിനേഷിന്റെ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. രേഷ്മയുടെ മാതാവ് ഷൈല ഇത് സംബന്ധിച്ച് ബത്തേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പണം നൽകിയവരുടെ ഭീഷണിയും ദുഷ്ടലാക്കോടെയുള്ള ഇടപെടലുമാണ് മകൾ രേഷ്മ ജീവനൊടുക്കുവാൻ കാരണമെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പരാതിയുടെ പകർപ്പുകൾ കൈമാറിയിട്ടുണ്ട്. രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇപ്പോൾ വന്നിട്ടുള്ള പരാതികളും പരിശോധിക്കുമെന്നും കേസ് അന്വേഷിക്കുന്ന നൂൽപ്പുഴ പോലീസ് അറിയിച്ചു. ബന്ധുക്കളുടെയും മറ്റുള്ളവരുടെ മൊഴികൾ രേഖപ്പെടുത്തി വരികയാണ്. ബത്തേരി പോലീസിന് ലഭിച്ച പരാതികളും നൂൽപ്പുഴ പോലീസിന് കൈമാറി. സംഭവത്തിലെ ദുരൂഹതകൾ ഇതുവരെ നീങ്ങിയിട്ടില്ല. കഴിഞ്ഞ 30-ന് രേഷ്മയെ മരിച്ചതോടെ ഇവരുടെ 10 വയസ്സ് പ്രായമുള്ള മകൾ ആരാധ്യ രേഷ്മയുടെ മാതാപിതാക്കൾക്കൊപ്പം ജനീഷിന്റെ മാതാവിനുമൊപ്പമാണ് കഴിയുന്നത്. കോവിഡ് കാലത്തുണ്ടായ ബിസിനസ് നഷ്ടത്തിൽ കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ബീനാജി സ്വദേശികളായ 2 പേരിൽ നിന്ന് 20 ലക്ഷം രൂപ ജനീഷ് കടം വാങ്ങിയതായി കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു. 4 ചെക്ക് ലീഫുകളും മുദ്രപത്രങ്ങളും ഈടായി നൽകിയിരുന്നു. പണം കടം തന്നവരുടെ നിർദ്ദേശപ്രകാരം ചുള്ളിയോട് സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് 14,76,961 രൂപ ജനീഷ് തിരികെ നിക്ഷേപിക്കുകയും ചെയ്തു. ബാക്കി തുകയുടെ 5% പലിശയും ചേർത്ത് പല തവണകളായി മടക്കി നൽകി. എന്നാൽ ചുള്ളിയോട് സ്വദേശി തനിക്ക് 20 ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചെക്ക് ലീഫ് ഉപയോഗിച്ച് എറണാകുളം കോടതിയിലും ബീനാച്ചി സ്വദേശി മറ്റൊരു ചെക്ക് ലീഫ് ഉപയോഗിച്ച് 20 ലക്ഷം കിട്ടാനുണ്ടെന്ന് കാണിച്ച് ബത്തേരി കോടതിയിലും കേസ് നൽകിയിട്ടുണ്ടെന്നും ചൈലയുടെ പരാതിയിൽ പറയുന്നു. ഈ കേസുകളിലൂടെ ജിനേഷിന്റെ കോളേഡിയിലുള്ള പുതിയ വീടും സ്ഥലവും അന്യായം ഫയലാക്കി അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ജനീഷും രേഷ്മയും ചേർന്ന് അടുത്തിടെ കോളിയാടിയിൽ പൂർത്തിയാക്കിയ വീട്ടിൽ ഇപ്പോഴുള്ളത് ജനീഷിന്റെ മാതാവ് രാധയും രേഷ്മയുടെ മാതാപിതാക്കളായ ഷൈല, ഗിരീഷ് എന്നിവരും ജനീഷിന്റെ രേഷ്മയുടെ ഏക മകളായ 10 വയസ്സുകാരി ആരാധ്യമാണ്. അടുത്തിടെ വീട് അറ്റാച്ച് ചെയ്യുന്നതായുള്ള ഒരു നോട്ടീസ് വന്നിരുന്നു. അതിനുശേഷം രേഷ്മ ഏറെ മനോവിഷമത്തിലായിരുന്നു. കടബാധ്യതകൾക്കിടയിലും വീട് മാത്രമായിരുന്നു ബാക്കി. അതുകൂടി നഷ്ടപ്പെടുമെന്നുമായപ്പോൾ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ജനീഷിന് പണം കടം നൽകിയവർ ജനീഷിനെയും രേഷ്മയും പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കാറ് തടഞ്ഞു മുറിയിൽ കൊണ്ടുപോയും ജനീഷിനെ മർദ്ദിച്ചിട്ടുള്ളത് രേഷ്മ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ കഴിഞ്ഞ വർഷം ജനുവരി 8-ന് ജനീഷും ഓഗസ്റ്റ് 27-ന് രേഷ്മയെ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും തുടർ നടപടി എന്തായെന്ന് അറിയില്ല. അതിൽ നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ 2 ജീവനുകളും നഷ്ടപ്പെടില്ലായിരുന്നു. ജനീഷിൽ നിന്ന് പല കടലാസുകളിലും ഒപ്പിടിവെച്ചിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന വീട് നഷ്ടപ്പെടുവാൻ അനുവദിക്കില്ല. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കൊച്ചുമോൾക്ക് ആകെയുള്ളത് അതാണ്. ഒപ്പം ഇസ്രയേലിൽ ജനീഷ് എങ്ങനെയാണ് മരിച്ചതെന്നതിന്റെ വിവരങ്ങളും എംബസി വഴി ലഭ്യമാക്കണമെന്നും ഇരുവരും പറഞ്ഞു. പണം നൽകിയവരുടെ ഭീഷണിയെ തുടർന്നാണ് മകളുടെ ആത്മഹത്യയെന്ന് കാണിച്ച് രേഷ്മയുടെ അമ്മ ഷൈലയാണ് സുൽത്താൻ ബത്തേരി പോലീസിൽ പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പരാതിയുടെ പകർപ്പും കൈമാറി. കഴിഞ്ഞ വർഷം ജൂണിലാണ് ജിനേഷ് കെയർ ഗീവറായി ഇസ്രയേലിലെത്തിയത്. ജോലി ചെയ്യുന്ന വീട്ടിലെ 80-കാരിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഈ കേസിന്റെ അന്വേഷണത്തിലാണ് ജിനേഷ് പി സുകുമാരന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തുവന്നത്. കെയർ ഗീവറായി ജോലി ചെയ്തിരുന്ന ജിനേഷ് 80-കാരിയെ കൊലപ്പെടുത്തിയതല്ലെന്നും തുടർന്ന് ജിനേഷ് ആത്മഹത്യ ചെയ്തതല്ല എന്നുമാണ് പിന്നീട് തെളിഞ്ഞത്. ജനീഷിന്റേത് കൊലപാതകമെന്നാണ് ഇസ്രയേൽ പോലീസ് പിന്നീട് സ്ഥിരീകരിച്ചത്. ദേഹം മുഴുവൻ കുത്തേറ്റ് മരിച്ച നിലയിൽ വയോധികയെ കണ്ടെത്തുകയായിരുന്നു. തൊട്ടടുത്ത മുറിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു ജിനീഷ്. വയോധികയുടെ ഭർത്താവിനെ പരിചരിക്കുന്ന ജോലിയായിരുന്നു ജനീഷിനുണ്ടായിരുന്നത്. അവരുടെ ബന്ധുക്കൾ ഉച്ചയോടെ വീട്ടിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ സ്ത്രീയെ കുത്തേറ്റ് മരിച്ച നിലയിലും തൊട്ടടുത്ത കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ജിനേഷിനെയും കണ്ടെത്തിയത്. ഇതോടെ ജിനേഷ് ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന തരത്തിലാണ് വാർത്തകളൊക്കെ തന്നെ പ്രവാസ ലോകത്തുനിന്ന് പുറത്തു വന്നത്. ഈ 80-കാരിയെ ഇവരുടെ മകൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ ജിനേഷ് തടഞ്ഞതാണ് ഈ ഒരു കൊലപാതകത്തിന് കാരണമായതെന്നാണ് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇവരെ ആക്രമിക്കുന്നത് ചെറുത്തതോടെ ടോയ്ലറ്റിലിട്ട് യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കിടപ്പുമുറിയിലെത്തിച്ച് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ജൂത സ്ത്രീയായ 80-കാരിയുടെ മകൻ അമ്മയുമായി വഴക്കിട്ട് മർദ്ദിച്ചപ്പോൾ ഇത് തടയുവാനാണ് വയനാട് സ്വദേശിയായ ജിനേഷ് ശ്രമിച്ചത്. സംഭവത്തിൽ ദൃക്സാക്ഷിയും 80-കാരിയുടെ ഭർത്താവുമായ ജിനേഷ് പരിചരിച്ചിരുന്ന രോഗിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. മലയാളിയായ ജിനേഷ് പ്രതിയല്ലെന്നും രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടതാണെന്നുമാണ് പിതാവിന്റെ മൊഴിയിലുള്ളത്. തുടർന്ന് 2 കൊലപാതകങ്ങൾ ചെയ്ത പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ആക്കിയിട്ടുമുണ്ട്.
ഈ കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ എന്ന രീതിയിലാണ് ആദ്യ വാർത്തകളൊക്കെ പുറത്തു വന്നത്. എന്നാൽ ഈ സ്ത്രീയുടെ ഭർത്താവ് ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്നാണ് പോലീസിൽ മൊഴി നൽകിയത്. ജിനേഷിനെ കുടുക്കിയതാണെന്നും വീട്ടിൽ നിന്ന് നിരവധി വസ്തുക്കൾ നഷ്ടപ്പെട്ടതായും കവർച്ചയ്ക്കുള്ള സാധ്യത ഉയർന്നതായും ഒക്കെ ആദ്യം ഈ ബന്ധുക്കളൊക്കെ ആരോപണമുയർത്തിയിരുന്നു. ഇതിനിടെയാണ് ദൃക്സാക്ഷിയായ ഈ വൃദ്ധന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. പിതാവിന്റെ ഈ മൊഴി പ്രകാരം ജൂത യുവാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ശരീരത്തിൽ നിരവധി കുത്തുകളാണ് ആ വൃദ്ധയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. ആ വൃദ്ധൻ ഒരുപക്ഷെ മകനെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ജനീഷ് പ്രതി എന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. ബത്തേരി കൈവട്ടമൂല പെലക്കുത്ത് വീട്ടിൽ രാധയുടെയും പരേതനായ സുകുമാരന്റെയും മകനാണ് ജിനേഷ്. ഇതിനിടെയാണ് ഈ കുടുംബത്തെ തേടി മറ്റൊരു ദുർവിധിയും കടന്നു വന്നത്. രേഷ്മയുടെ മരണം, അത് ആ 10 വയസ്സുകാരിയെ തനിച്ചാക്കിയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യക്ക് മുതിർന്നിരുന്നത്. ജീവിച്ചിരിക്കെ ജിനേഷിന്റെ മരണശേഷം ഭാര്യ രേഷ്മയ്ക്കും സമാധാനം നൽകാതെയാണ് ഇത്തരത്തിൽ ബ്ലേഡ് മാഫിയ ഈ കുടുംബത്തെ വേട്ടയാടിയത്. ഇപ്പോൾ ഉള്ള കിടപ്പാടം പോലും ആ കുടുംബത്തിന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. തീർച്ചയായും അധികൃതർ ഇതിൽ ഇടപെടുക. കാരണം അവരുടെ ആത്മാക്കളുടെ ശാന്തിക്കായിട്ടെങ്കിലും ആ ഒരു 10 വയസ്സുകാരി എന്ന് പറയുന്ന മകൾക്ക് വേണ്ടിയെങ്കിലും ആ കുടുംബം അല്ലെങ്കിൽ ആ മാതാപിതാക്കൾ ഇപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ വീടിന് വേണ്ടിയും ഒരു നിയമ പോരാട്ടത്തിനാണ് ഇറങ്ങിയിരിക്കുന്നത്.